തമിഴ് സാഹിത്യത്തിലെ ഇതിഹാസമായ പൊന്നിയിൻ സെൽവൻ എന്ന നോവൽ ചലച്ചിത്രമാവുകയാണ്. എക്കാലത്തെയും മികച്ച ഭരണാധികാരിയായി അറിയപ്പെട്ടിരുന്ന രാജരാജ ചോളന്റെ ജീവിതമാണ് നോവലിന്റെ അടിസ്ഥാനം. കൽക്കി കൃഷ്ണമൂർത്തിയാണ് പുസ്തകം എഴുതിയിരിക്കുന്നത്. ഏതാണ്ട് 2500ഓളം പേജുകളിലായി വരച്ചിട്ട ഈ ഇതിഹാസം ചലച്ചിത്രമാക്കാൻ നിരവധി പേർ ശ്രമിച്ചുവെങ്കിലും ഇപ്പോഴാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്. ചരിത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള കഥയാണെങ്കിലും സത്യവും മിഥ്യയും കെട്ടുപിണഞ്ഞ ഇതിന്റെ ആഖ്യാന രീതി കൊണ്ട് തന്നെയാണ് പൊന്നിയിൻ സെൽവൻ ബെസ്റ്റ് സെല്ലറാകുന്നത്. സിനിമാറ്റിക്കായ കഥ പറച്ചിൽ കൊണ്ട് വായനക്കാരെ ത്രസിപ്പിച്ച ആ കഥയാണിപ്പോൾ ചലച്ചിത്രമാകുന്നത്. സിനിമയുടെ മസാലക്കൂട്ടിനപ്പുറം പൊന്നിയിൻ സെൽവന്റെ യഥാർത്ഥ കഥ ഇനി കേൾക്കാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം രാജഭരണം നിലനിർത്തിയ രാജവംശമാണ് ചോള രാജവംശം. പ്രഗത്ഭരായ രാജാക്കന്മാരും മികച്ച സൈനിക ശക്തിയും കിടയറ്റ ആസൂത്രണവും കൊണ്ട് ഇന്ത്യയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും പടവെട്ടി സ്വന്തമാക്കാനും സാമ്രാജ്യങ്ങൾ പിടിച്ചെടുക്കാനും ചോള രാജാക്കന്മാർക്ക് കഴിഞ്ഞിരുന്നു. ചോള രാജാക്കന്മാരുടെ കഥയെ അടിസ്ഥാനമാക്കി പൊന്നിയിൻ സെൽവൻ എന്ന കഥ സിനിമയാകുമ്പോൾ അത് അതിപ്രഗത്ഭനായ രാജരാജ ചോളന്റെ മാത്രമല്ല, മറിച്ച് കാലം മറച്ചുവെച്ച ഒരു പ്രതികാരത്തിന്റെ കഥ കൂടിയാണ്. തന്റെ കൺമുന്നിൽ വെച്ച് തലയെറുത്ത് കൊല്ലപ്പെട്ട വീരപാണ്ഡ്യൻ എന്ന പാണ്ഡ്യരാജ്യത്തെ രാജാവിന്റെ മകളുടെ പ്രതികാരത്തിന്റെ കഥ. നന്ദിനിയുടെ പ്രണയവും പ്രതികാരവുമാണ് പൊന്നിയിൻ സെൽവൻ എന്ന സിനിമയെ ആകർഷകമാക്കുന്ന പ്രധാന ഘടകം. പ്രതികാരദാഹിയായ നെഗറ്റീവ് സ്ത്രീ കഥാപാത്രമാണ് ഇതിലെ നായിക. ഐശ്വര്യ റായിയാണ് ഈ സിനിമയിലെ നന്ദിനിയെ അവതരിപ്പിക്കുന്നത്. മണിരത്നം സിനിമകളിലൂടെ അഭിനയ രംഗത്ത് തുടക്കം കുറിച്ച ഐശ്വര്യ റായി മറ്റൊരു മണിരത്നം സിനിമയിൽ ഇത്തരത്തിലൊരു നെഗറ്റീവായ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ അഭിനേത്രി എന്ന നിലയിലുള്ള അവരുടെ വളർച്ചയുടെ ഏറ്റവും തിളങ്ങുന്ന ചിത്രമായിരിക്കും നന്ദിനി. ഇനി കഥയിലേക്ക് കടക്കാം. സംഘകാല കൃതികളിൽ കൂടെയാണ് നമുക്ക് ചോള രാജാക്കന്മാരുടെ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുന്നത്. ഇതനുസരിച്ച് മധ്യകാല ചോള രാജാക്കന്മാരിൽ പ്രധാനിയായിരുന്നു വിജയാലയ ചോളൻ. വിജയാലയ ചോളന്റെ തുടർച്ചയായി വന്ന ചോളവംശത്തിന്റെ പ്രധാന ദൗത്യം സാമ്രാജ്യങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു. ഈഴം എന്നറിയപ്പെടുന്ന ശ്രീലങ്ക, മലബാർ കോസ്റ്റ്, കാലികം, ലക്ഷദ്വീപ്, മാലിദ്വീപ്, ഇന്തോനേഷ്യ എല്ലാം അവരുടെ കാൽക്കീഴിലായി. ഈ പടയോട്ടങ്ങൾക്കിടയിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ് പൊന്നിയിൻ സെൽവൻ എന്ന സിനിമയുടെ പ്രധാന കഥാതന്തുക്കളിൽ ഒന്ന്. ചോള രാജാക്കന്മാരിൽ പ്രധാനിയായിരുന്ന പരാന്തക സുന്ദരചോളന്റെ കാലശേഷം ആര് എന്ന ചോദ്യമാണ് ഈ കാലഘട്ടത്തിൽ ചോള രാജ്യത്തെ അലട്ടിക്കൊണ്ടിരുന്ന പ്രധാന പ്രശ്നം. പ്രകാശ് രാജാണ് ഈ സുന്ദരചോളന് ജീവൻ നൽകുന്നത്. 3 മക്കളാണ് അദ്ദേഹത്തിന്. യുദ്ധതന്ത്രങ്ങളിൽ അഗ്രഗണ്യനും വീരയോദ്ധാവുമായിരുന്ന ആദിത്യ കലികാലൻ. അദ്ദേഹമാണ് യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം രാജാവാകുന്നതിനോട് ജനങ്ങൾക്ക് താൽപ്പര്യമില്ല. കാരണം അദ്ദേഹം മികച്ച യോദ്ധാവാണെങ്കിലും മെരുങ്ങാത്ത സ്വഭാവം അദ്ദേഹത്തെ ജനങ്ങളിൽ നിന്നും അകറ്റുന്നു. വെട്ടൊന്ന് മുറി 2 എന്ന സ്വഭാവമായതിനാൽ രാജാവാകാൻ അദ്ദേഹം യോഗ്യനല്ല എന്നാണ് ജനങ്ങളുടെ വിലയിരുത്തൽ. വിക്രമാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെയാൾ തൃഷ അവതരിപ്പിക്കുന്ന കുന്തവാദേവിയാണ്. രാജാധികാരത്തിൽ നിർണായകമായ പല തീരുമാനങ്ങളും എടുക്കുന്ന ധീരവനിതയാണ് അവർ. മൂന്നാമത്തെയാളാണ് നായക കഥാപാത്രമായ അരുൾമൊഴിവർമ്മൻ എന്ന പൊന്നിയിൻ സെൽവൻ. മൃദുഭാഷിയും ദീർഘദർശിയുമായ ഇദ്ദേഹമാണ് ചോള രാജ്യത്തെ രാജാവാകേണ്ടതെന്നാണ് ജനങ്ങളുടെ ആഗ്രഹം. ജനങ്ങളുടെ അഭിലാഷം അറിയുന്നതിലും അവ നടപ്പാക്കുന്നതിലും ജനപക്ഷത്തു നിന്ന് ചിന്തിക്കുന്നതിലും മുന്നിലായിരുന്നു അദ്ദേഹം എന്നതാണ് കാരണം. ജനങ്ങളുടെ സ്നേഹത്തിനും ആദരവിനും എന്നും പാത്രമായിരുന്നു അദ്ദേഹം. ചെറിയ പ്രായത്തിൽ കാവേരി നദിയിൽ ഉല്ലാസയാത്രക്കിടെ വള്ളത്തിൽ നിന്ന് വീണ അരുൾമൊഴിവർമ്മനെ കാവേരി തിരികെ നൽകി എന്നതാണ് കഥ. കാവേരി നദിയുടെ മറ്റൊരു പേരാണ് പൊന്നി. പൊന്നിയുടെ മകൻ എന്ന അർത്ഥത്തിലാണ് പൊന്നിയിൻ സെൽവൻ എന്ന പേര് ലഭിക്കുന്നത്. ജയം രവിയാണ് പൊന്നിയിൻ സെൽവനാകുന്നത്. ഈ 3 പേരും ഭരണത്തിൽ വരാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ചിലർ കൂടി ഈ രംഗത്തുണ്ട്. സുന്ദരചോളന്റെ അടുത്ത ബന്ധുക്കളും കൂട്ടരുമാണ് ഈ ശ്രമത്തിന് പിന്നിൽ. ഇത്തരത്തിലുള്ള ചതി നടക്കുന്നതിനാൽ കൊട്ടാരം ഗൂഢാലോചനക്കാരുടെ പിടിയിലാണ്. അച്ഛനെയും മക്കളെയും ഭരണത്തിൽ നിന്നും മാറ്റി നിർത്താൻ വഴികൾ തേടുകയാണ് കൊട്ടാരത്തിനുള്ളിലെ ഉപജാപക സംഘം. സംഘത്തിന് മുന്നിൽ നിന്നും നേതൃത്വം നൽകിയിരുന്നത്
സുന്ദരചോളന്റെ അടുത്ത ബന്ധുവായിരുന്ന മധുരാന്തക ചോളനാണ്. അടുത്ത ബന്ധുക്കളും മറ്റു ചിലരും കൂടി ചേർന്നപ്പോൾ ചതിയുടെ ചിത്രം തെളിഞ്ഞു തുടങ്ങുകയായി. കുതന്ത്രങ്ങളുടെയും ചതിയുടെയും പുതിയ നീക്കങ്ങൾ കൊട്ടാരവീഥികളിൽ അരങ്ങേറിക്കൊണ്ടേയിരുന്നു. ഡീപ് വർക്ക് എന്ന പുസ്തകത്തിന്റെ ഓഡിയോ സംഗ്രഹം ഞാൻ കേട്ടത് കുക്കു FM-ലൂടെയാണ്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഓരോരുത്തരുടെയും കഴിവനുസരിച്ചുള്ള ജോലി ചെയ്യേണ്ടതുണ്ട്. ചിലരുടേത് ശാരീരികമായ ജോലിയാണെങ്കിൽ മറ്റു ചിലരുടേത് ബൗദ്ധികമായ ജോലിയായിരിക്കും. ഏത് ജോലിയും വിജയപ്രാപ്തിയിലെത്തണമെങ്കിൽ ഡീപ് വർക്ക് അത്യാവശ്യമാണ്. രാജാവിന്റെയും മകന്റെയും കഥ തീർക്കാനായി പ്രതികാരവുമായി കൊട്ടാരത്തിലെത്തുന്ന മറ്റൊരു കഥാപാത്രമാണ് ഐശ്വര്യ റായിയുടെ നന്ദിനി. തീക്കനൽ പോലെയുള്ള സൗന്ദര്യത്തിൽ പച്ചക്കടൽ പോലുള്ള ആഴമുള്ള കണ്ണുകൾക്ക് പിന്നിൽ അവളുടെ പ്രതികാരം തിളച്ചുമറിഞ്ഞു. നന്ദിനിയുടെ പ്രതികാരത്തിന്റെ കഥയ്ക്ക് അല്പം പഴക്കമുണ്ട്. വീരപാണ്ഡി എന്ന പാണ്ഡ്യരാജാവിന്റെ മകളായിരുന്നു നന്ദിനി. രാജ്യദ്രോഹം ചെയ്തു എന്ന പേരിൽ സുന്ദരരാജന്റെ മകൻ ആദിത്യ കലികാലൻ വീരപാണ്ഡ്യനെ തലയറുത്ത് കൊല്ലുകയായിരുന്നു. നന്ദിനിയും ആദിത്യ കലികാലനും ചെറുപ്രായം മുതൽ പ്രണയത്തിലായിരുന്നു. എങ്കിലും യുദ്ധനീതികൾക്ക് മുൻപിൽ ഒന്നും വില പോകില്ലെന്ന ആദിത്യന്റെ ധാർഷ്ട്യം നന്ദിനിയുടെ വാക്കുകൾക്ക് വില കൊടുത്തില്ല. നന്ദിനി കേണപേക്ഷിച്ചിട്ടും രാജാവിനെ വെറുതെ വിടാൻ ആദിത്യ കലികാലൻ തയ്യാറായില്ല. താൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന പിതാവിന്റെ മരണത്തിനുള്ള പ്രതികാരം ചെയ്യാനാണ് നന്ദിനി കൊട്ടാരത്തിലെത്തിയിരിക്കുന്നത്. കൊട്ടാരത്തിൽ എത്തിപ്പെടാനായി മറ്റൊരു വഴിയാണ് നന്ദിനി സ്വീകരിച്ചത്. വൃദ്ധനായ മന്ത്രി വഴുവേടനെ ഭർത്താവായി സ്വീകരിച്ചുകൊണ്ടാണ് നന്ദിനി കൊട്ടാരത്തിലെത്തുന്നത്. ഉപചാപങ്ങളുടെ പുതിയ നീക്കങ്ങളിൽ നന്ദിനിയും മുഴുകുകയാണ്. ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളാൽ കൊട്ടാരം അഗ്നിപരീക്ഷ നേരിടുമ്പോൾ തന്റെ സഹോദരനായ അരുൾമൊഴിവർമ്മൻ എന്ന പൊന്നിയിൻ സെൽവനെ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരാൻ തയ്യാറാവുകയാണ് കുന്തവാദേവി. കൊട്ടാരത്തിലെ എല്ലാ നീക്കങ്ങളും ഒരു പരിധിവരെയെങ്കിലും അവർ നിയന്ത്രിച്ചിരുന്നു. സഹോദരനെ തിരികെ എത്തിക്കാനായി വല്ലവേന്ദ്രൻ വന്യദേവനെ ചുമതലപ്പെടുത്തുന്നു. സാമന്തരാജ്യത്തിലെ രാജാവായിരുന്ന വന്യദേവൻ ആദിത്യ കലികാലന്റെ സുഹൃത്താണ്. ചോളരാജ്യത്തിന്റെ വടക്ക് നടന്ന യുദ്ധങ്ങളിൽ ആദിത്യ കലികാലന്റെ സഹായിയായിരുന്നു അദ്ദേഹം. ആദിത്യന്റെ സന്ദേശവുമായി എത്തുന്ന വന്യദേവന്റെ കണ്ണിലൂടെയാണ് ചോളരാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കലാകാരൻ വരച്ചിടുന്നത്. സിനിമയിലുടനീളമുള്ള ഈ വേഷം ചെയ്യുന്നത് കാർത്തിയാണ്. ആവണി മാസത്തിലെ 18-ാം നാളായിരുന്നു അത്. വീരനാരായണ നദിക്കരയിലൂടെ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയാണ് വന്യദേവൻ. ദൂരയാത്ര ചെയ്തിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ കുതിര വളരെ ക്ഷീണിച്ചിരുന്നു. കുതിരയ്ക്ക് അല്പസമയം വിശ്രമം നൽകുന്നതിനിടയിൽ ആ രാജ്യത്തെ കാഴ്ചകൾ കാണുകയാണ് അദ്ദേഹം. ഉത്സവത്തിനുള്ള ഒരുക്കങ്ങളും അലങ്കാരങ്ങളും ആൾക്കൂട്ടങ്ങളും നിറഞ്ഞ് സജീവമായിരുന്നു അവിടം. പേരുകേട്ട പഴവൂർ തമ്പ്രാക്കന്മാർ അവിടെ വന്നുപോയി. ഇതിനിടെ ഒരാരവം ഉയർന്നു കേൾക്കുന്നു. ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി അവിടെ എത്തുമ്പോൾ 3 പേർ തമ്മിലുള്ള തർക്കമായിരുന്നു കണ്ടത്. ശിവനാണോ വിഷ്ണുവാണോ വലുതെന്നായിരുന്നു അവരുടെ തർക്കവിഷയം. ഈ തർക്കം ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും തന്റെ ക്രോധം നിയന്ത്രിക്കണമെന്ന ആദിത്യ കലികാലന്റെ സ്നേഹോപദേശം ഓർമ്മയിലുണ്ടായിരുന്ന വന്യവീരൻ ഈ തർക്കത്തിൽ സന്ദർഭോചിതമായി ഇടപെടുന്നു. കഴിഞ്ഞ ദിവസം താൻ വൈകുണ്ഠം സന്ദർശിച്ചപ്പോൾ ശിവനും വിഷ്ണുവും ഒത്തൊരുമയോടെ അവിടെ ഉണ്ടായിരുന്നുവെന്നും അവർ തമ്മിൽ ഒരു കാര്യത്തിലും വ്യത്യാസമില്ലായിരുന്നുവെന്നും സമർത്ഥിക്കുന്നു. ശിവനും ഹരിയും ഒന്നാണ് എന്ന് തിരിച്ചറിയാത്തവൻ മണ്ണാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്നും വന്യദേവൻ യാത്ര തിരിക്കുകയാണ്. ഇവിടെ വൈഷ്ണവ ഭക്തനായിരുന്നയാളാണ് ആൾവാർ അനിയൻ തമ്പി. മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഇദ്ദേഹം. രാജ്യകാര്യങ്ങൾ അറിയാൻ രാജാവ് നിയോഗിച്ചിട്ടുള്ള ചാരനാണ് ഇദ്ദേഹം. രസകരമായ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടൻ ജയറാമാണ്. മുന്നോട്ടുള്ള യാത്രയിൽ അവർ സുഹൃത്തുക്കളാകുന്നു. ഇങ്ങനെ കഥ മുന്നോട്ട് നീങ്ങുന്നു. രാജ്യത്തെ നശിപ്പിക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും ചോളരാജവംശം കരുത്തോടെ നിലനിന്നു. ഒരു ഘട്ടത്തിൽ സുന്ദരചോളൻ കൊല്ലപ്പെടുന്നു. മകനായ ആദിത്യ കലികാലനും കൊല്ലപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മരണം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. നന്ദിനിയുടെ പ്രതികാരത്തിനിരയായി അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. നന്ദിനിയോട് പ്രണയമുണ്ടായിരുന്ന ആദിത്യ കലികാലൻ നന്ദിനിയുടെ പ്രതികാരത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും കൊല്ലപ്പെടുമെന്നറിഞ്ഞിട്ടും നന്ദിനിയുടെ സന്ദേശമനുസരിച്ച് അവളെ കാണാൻ പോവുകയാണ്. അവിടെ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. വീരപാണ്ഡ്യയുടെ സഹായികളായ 3 പേർ ചേർന്നാണ് ആദിത്യ കലികാലനെ കൊലപ്പെടുത്തിയതെന്നും പറയപ്പെടുന്നു. ചിന്ന ഭിന്നമായി പോകുമായിരുന്ന ചോളരാജ്യത്തെ സംരക്ഷിച്ച് നിലനിർത്തിയത് അരുൾമൊഴിവർമ്മൻ എന്ന പൊന്നിയിൻ സെൽവനാണ്. അദ്ദേഹമാണ് പിന്നീട് രാജരാജ ചോളൻ എന്നറിയപ്പെട്ടത്.
ഒരു ജനതയുടെ ആരാധനാപാത്രമായിരുന്ന, ജീവിച്ചിരുന്ന ഇതിഹാസമായിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ നിർണായകമായ ഘട്ടങ്ങളാണ് പൊന്നിയിൻ സെൽവൻ എന്ന സിനിമ. മികച്ച തിരക്കഥയും സംവിധാനവുമായി മണിരത്നവും ഒപ്പം മികച്ച കലാകാരന്മാരും അണിനിരക്കുന്ന ചിത്രം തിയേറ്ററിൽ എത്തുമ്പോൾ പ്രേക്ഷകരുടെ ആകാംക്ഷയും വാനോളം ഉയരുകയാണ്.